എല്ലാവർക്കും എയിം സ്റ്റഡി സെന്റർ പാലക്കാട്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഓൺലൈൻ പരിശീലന കേന്ദ്രമാണ് എയിം സ്റ്റഡി സെന്റർ പാലക്കാട്. പ്രത്യേകിച്ചും അധ്യാപക യോഗ്യത, അതായത് കേട്ടറ്റ്, അതുപോലെ തന്നെ PSC നടത്തുന്ന അധ്യാപക പരീക്ഷകൾ, മറ്റ് PSC പരീക്ഷകൾ എന്നിവക്കൊക്കെ മികച്ച പരിശീലനം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥാപനം. പാലക്കാട് ജില്ലയിലെ എന്നല്ല, ഇപ്പോൾ ഓൺലൈൻ പരിശീലന കേന്ദ്രങ്ങളായതുകൊണ്ട് കേരളത്തിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന് പറയാം. ഓക്കെ, ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഡിസ്കസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം പറയുക എന്നല്ല, ആ ചോദ്യത്തിൽ കൂടി ഒരുപാട് മറ്റു ചോദ്യത്തിലേക്ക് കടക്കുക, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫാക്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, നെക്സ്റ്റ് പേജിൽ യു ക്യാൻ സീ ഇറ്റ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കാറ്ററ്റ് കാറ്റഗറി 1-ൻ്റെതാണ്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് കുറച്ച് കുറവാണ്, നിലവാരം കുറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ. നിലവാരം കുറഞ്ഞത് എന്ന് വെച്ചാൽ ചോദ്യത്തിന്റെ ടാസ്ക് റേഷ്യോ കുറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ നിലവാരം കൂടിയ ചോദ്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് കേട്ടറ്റ് 1-ൻ്റെതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഇത് കേട്ടറ്റ് 2-നും കേട്ടറ്റ് 3-ക്കും ഉപകരിക്കുന്ന വിധത്തിൽ, അടുത്ത് വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ, അപ്പൊ അത്തരം പരീക്ഷകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. So there are 30 questions before us and we are going to discuss about the 30 questions in detail and in absolute depth. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. സോ എനിക്കൊരിക്കലും ഈ ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഇത് ഒരു എക്സ്പ്ലനേറ്ററി ക്ലാസ് ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദ ഹോൾ തിങ് അബൌട്ട് എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് മൈ ഇന്റൻഷൻ ഈസ് നോട്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ബട്ട് ടു എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. My name is Dr. V. Balakrishnan and many of you may be knowing me. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ശരി. സോ വിത്ത് യുവർ പെർമിഷൻ ഐ എം ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ശ്രീ ലേണിംഗ് സെന്റർ, നമ്മുടെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. സ്ഥാപനത്തിന്റെ പേര് എയിം സ്റ്റഡി സെന്റർ പാലക്കാട്. ഓക്കെ, ശരി. ഇനി ഇത് കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ നിങ്ങളോട് വായിക്കൂ. നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം? സോ ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും അനുയോജ്യമായ കാരണം. അതായത് ഒരുപാട് കാരണങ്ങൾ ഒരു പക്ഷെ തന്നിട്ടുണ്ടാവും. നിങ്ങളോട് ചോദിക്കുന്നത് the most appropriate reason for failure in an examination അതേതാണ്? സോ ഓപ്ഷൻസ് ശ്രദ്ധിച്ചു വായിക്കുക. ഒന്ന്, കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു. The students came from lower economic strata group. കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. അതായത് നോ financial compliments are given for the success of students in an examination. And കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. The methodology of teaching or the instruction is not in accordance with the needs and necessities of students. അടുത്തത്, കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു. അപ്പോ കുട്ടിക്ക് പരീക്ഷയിൽ തോൽക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ കാരണം നോക്കൂ, കുട്ടി സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നു. അത്
ഒരിക്കലും കുട്ടിക്ക് പരീക്ഷയിൽ തോൽക്കാനുള്ള ഒരു കാരണമായി മാറുന്നില്ല. സോ ദർ ആർ ഇനഫ് പ്രൂഫ് ബിഫോർ us that even though the students from low economic strata group success in the examination in a high level. ഓക്കെ, ഞാനിത് കേട്ടറ്റ് കാറ്റഗറിക്ക് വേണ്ടിയിട്ടും 1-ന് വേണ്ടിയിട്ടും 2-ക്ക് വേണ്ടിയിട്ടും 3-ക്ക് വേണ്ടിയിട്ടും LP UP HSA അതുപോലെ തന്നെ ഏത് തരം സൈക്കോളജിക്കൽ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടും പറയുന്നതാണ്. അതുകൊണ്ട് സംടൈംസ് മൈ എക്സ്പ്ലനേഷൻ മേ കം ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, അപ്പോ കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നു എന്നുള്ളത് കുട്ടി തോക്കാനുള്ള ഒരു അനുയോജ്യമായ കാരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 2, കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. ഓഫ് കോഴ്സ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രകാരം, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, BF സ്കിന്നർ ഒരു പ്രമുഖ ബിഹേവിയറിസ്റ്റ് ആണ്. BF സ്കിന്നർ. അതായത് സ്കിന്നർ 2016 ഈ അടുത്ത കാലത്ത് അന്തരിച്ച ആളാണ് സ്കിന്നർ. സോ സ്കിന്നറുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു കുട്ടിയുടെ വിജയം അതിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ പ്രബലനം. അതായത് നല്ല വ്യവഹാരങ്ങളെ പ്രബലനം കൊണ്ട് ശക്തിപ്പെടുത്താം. സോ ഡിസയറബിൾ ബിഹേവിയർ മസ്റ്റ് ബി റീഇൻഫോഴ്സ്ഡ് ബൈ എനി കൈൻഡ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഉള്ള റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ആവാം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ആവാം. സോ അനുകൂലമായ വ്യവഹാരങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം. അത് പലപ്പോഴും സമ്മാനം കൊണ്ട് ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നു. ബിഹേവിയറിസത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് രീതിയാണ്, പ്രബലന രീതിയാണ് സമ്മാനവും ശിക്ഷയും. മറ്റ് ഒരു മനഃശാസ്ത്ര സമീപനത്തിലും, വെദർ ഇറ്റ് ഈസ് കോഗ്നിറ്റിവിസം, വെദർ ഇറ്റ് ഈസ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓർ ഇറ്റ് ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതായത് വ്യവഹാരവാദം ഒഴിച്ച് ജ്ഞാനനിർമ്മിതിവാദത്തിനോ ജ്ഞാനാത്മക സമീപനത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ സൃഷ്ടി ദർശനത്തിലോ ഒരിക്കലും കുട്ടിക്ക് പ്രബലനം നൽകുന്നതിനായിട്ട് സമ്മാനവും ശിക്ഷയും, റിവാർഡും പണിഷ്മെന്റും നൽകണം എന്ന് പറയുന്നില്ല. സോ ബിഹേവിയറിസത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സമ്മാനവും ശിക്ഷയും. സ്കിന്നർ ബിഹേവിയറിസത്തിന്റെ ആളുവാണ്. പക്ഷേ സ്കിന്നർ പറയുന്നു അനുകൂലമായ വ്യവഹാരങ്ങളെ, ദാറ്റ് മീൻസ് ഡിസയറബിൾ ബിഹേവിയർ, അനഭിലഷണീയമായ വ്യവഹാരങ്ങൾ, ദാറ്റ് മീൻസ് അൺഡിസയറബിൾ ബിഹേവിയർ. അതായത് ഒരു കുട്ടി ക്ലാസ്സിൽ സ്വന്തമായ താല്പര്യം എടുത്തുകൊണ്ട്, ഇപ്പൊ നമ്മൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചു, അപ്പൊ ചന്ദ്രയാന്റെ ഒരു ചെറിയ മോഡൽ കുട്ടി ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്നു. അത് അനുകൂലമായ ഒരു പഠന പ്രവർത്തനമാണ്. And that must be reinforced by positive reinforcement. ധനപ്രബലനം വഴി അത്തരം വ്യവഹാരങ്ങളെ ശക്തിപ്പെടുത്തണം. ഇനി ഒരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ വൈകി വരുന്നു, അല്ലെങ്കിൽ കുട്ടി ക്ലാസ് മുറികളിലെ ചുമരുകൾ വൃത്തികേടാക്കുന്നു, അത് ഒരു അൺഡിസയറബിൾ ബിഹേവിയർ ആണ്. അതിനെ നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട് ഇല്ലാതാക്കണം. ഓക്കെ, സോ അനുകൂല വ്യവഹാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും, പ്രതികൂല വ്യവഹാരങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും വേണം എന്നാണ് സ്കിന്നർ പറയുന്നത്. ബട്ട് ദർ ഇസ് എ ബട്ട്. അതായത് സ്കിന്നർ ഒരിക്കലും ധനപരമായ പാരിതോഷികം നൽകണം എന്ന് പറയുന്നില്ല. ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു കുട്ടിയെ ടീച്ചർ, നോക്കൂ രാജു, നോക്കൂ രാജു നല്ല ചന്ദ്രയാന്റെ ഒരു ചിത്രം വരച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എല്ലാവരും നോക്കൂ, എല്ലാവരും രാജുവിന് വേണ്ടി ഒന്ന് ക്ലാപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയി. ഇവിടെ ധനപരമായ പാരിതോഷികത്തെ കുറിച്ച് സ്കിന്നർ പറയുന്നതേ ഇല്ല. പിന്നെ നെക്സ്റ്റ്, കുട്ടിക്ക് പരീക്ഷ എഴുതാൻ മുഷിപ്പ് തോന്നുന്നു എന്നുള്ളത് പരീക്ഷയിൽ തോൽക്കാനുണ്ടാവുന്ന ഒരു കാരണമല്ല.
എന്തുകൊണ്ട് പരീക്ഷ എഴുതാൻ മുഷിപ്പ് തോന്നുന്നു, ബോർഡം തോന്നുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോർഡം ഒഴിവാക്കിയിട്ട് അനുകൂലമായ മോട്ടിവേഷനും അനുകൂലമായ സന്നദ്ധതയും, സോ റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ അത് ഉണ്ടാക്കേണ്ട ടീച്ചറാണ്. അല്ലാതെ ബോർഡം never considered as a reason for failure in the examination. Boredom can be considered as a failure or some kind of disqualification in learning activities, but it cannot be taken as a solid reason for what failure in the examination. അപ്പൊ ബോർഡം എന്നുള്ളത് പഠനത്തിലെ ഒരു ഫെയിലിയർ ആയിട്ട്, പഠനത്തിന്റെ ഔട്ട്കമ്മിലേക്ക് നയിക്കുന്ന ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം. അങ്ങനെയുള്ള ചരങ്ങളുണ്ട്, അതിനെ നമ്മൾ പറയുന്ന ലേണർ വേരിയബിൾ എന്നാണ്. സോ മുഷിപ്പ് എന്ന് തോന്നുന്നത് ഒരു ലേണർ വേരിയബിൾ ആണ്. ഈ ലേണർ വേരിയബിളിനെ നമുക്ക് ഇൻക്രീസ്ഡ് മോട്ടിവേഷനും ഇൻക്രീസ്ഡ് റെഡിനെസ്സും ഉണ്ടാക്കിക്കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതും അതിന് അനുയോജ്യമായ ഒരു കാരണം അല്ല. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ, ഞാൻ മനഃപൂർവ്വമാണ് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടോ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ എന്ന് വെച്ചാൽ കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പ്ലെയിനിങ് തിങ്സ് ഇൻ മച്ച് ഡീറ്റെയിൽ, അതായത് കുട്ടിയുടെ ആവശ്യങ്ങൾ, കുട്ടിയുടെ നീഡ്സ്, അതുപോലെ തന്നെ കുട്ടിയുടെ താല്പര്യങ്ങൾ, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ഓർ what we can say ഇൻട്രസ്റ്റ്. സോ ഇവിടെ 3 കാര്യങ്ങളുണ്ട്: കുട്ടിയുടെ ആവശ്യങ്ങൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ. ഇവിടെ കുട്ടികളുടെ അഭിരുചികളും താല്പര്യങ്ങളും ആവശ്യങ്ങളും കണ്ടെത്തിക്കൊണ്ട് വേണം അധ്യാപനം നടത്താൻ. അങ്ങനെ അധ്യാപനം നടത്തുന്നതിൽ അധ്യാപിക പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ അധ്യാപകൻ പരാജയപ്പെട്ടാൽ, അത് പ്രധാനമായും അധ്യാപനത്തിലേക്കും ഇൻസ്ട്രക്ഷനിലേക്കും, അതായത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ നടക്കുന്നില്ല. പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ നടക്കുന്നില്ലെങ്കിൽ പ്രോപ്പർ ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പ്രോപ്പർ ലേണിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പ്രോപ്പർ റീകളക്ഷൻ ഉണ്ടാവുന്നില്ല, അത് പരീക്ഷയുടെ തോൽവിയിലേക്ക് കാരണമായി മാറുന്നു, അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം കുറയാൻ കാരണമാവുന്നു. സോ ഏറ്റവും അനുയോജ്യമായ കാരണം കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നടക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണ് ഒരു ചോദ്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഉത്തരങ്ങളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോദ്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. സോ വിത്ത് യുവർ പെർമിഷൻ, മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഗവേഷകർ റിസർച്ചേഴ്സ് സമജാത ഇരട്ടകളിൽ, സമജാത ഇരട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസ്, അതായത് ഗവേഷകര് സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത്, അതായത് ഐഡന്റിക്കൽ ട്വിൻസിന് ബുദ്ധിശക്തി കൂടുതലാണ്, രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിശക്തിയാണ്. ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാൾക്ക് ബുദ്ധിശക്തി കുറവാണെങ്കിൽ മറ്റേയാൾക്കും ബുദ്ധിശക്തി കുറവാണ് എന്ന നിഗമനത്തിലെത്താം. പിന്നെ ഐഡന്റിക്കൽ ട്വിൻസിന് രണ്ടുപേർക്കും നല്ല ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും ഉണ്ടാവും. അല്ലാതെ ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാൾക്ക് ബുദ്ധിശക്തി വളരെ കുറവും മറ്റൊരാൾക്ക് ബുദ്ധിശക്തി വളരെ കൂടുതലും ഉണ്ട് എന്ന് ഇതുവരെ ഒരു ഗവേഷണവും ഇവിടെ തെളിയിച്ചിട്ടില്ല. സോ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, ഇഫ് ദേ ആർ ഐഡന്റിക്കൽ ട്വിൻസ് and if the intelligence level is low, then it is low for both of the twins, and if it is high, then it will be high for both of them. ഇങ്ങനെയാണ് കണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ഐഡന്റിക്കൽ ട്വിൻസിൽ രണ്ടുപേർക്കും നല്ല ബുദ്ധിശക്തി ഉണ്ട് എന്ന് ഗവേഷകർ തെളിയിച്ചു അവരെ പഠനത്തിൽ കൂടി. അങ്ങനെയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത്
വികസനത്തിന്റെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അതായത് ഡെവലപ്മെന്റിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഡെവലപ്മെന്റിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു. ഡെവലപ്മെന്റിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വികസനത്തെ പാരിസ്ഥിതികമായ ചുറ്റുപാടുകൾ സ്വാധീനിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ചോദിക്കുന്നത്, വികസനത്തെ പാരിസ്ഥിതിക കാരണങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാമൂഹിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. നമുക്കറിയാം, ഇവിടെ സാംസ്കാരിക ഘടകങ്ങളോ സാമൂഹ്യ ഘടകങ്ങളോ പാരിസ്ഥിതിക ഘടകങ്ങളോ അല്ല പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. മറിച്ച് സമജാത ശിശുക്കൾക്ക്, അതായത് ഐഡന്റിക്കൽ ട്വിൻസിന് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ നല്ല ബുദ്ധിശക്തി ഉണ്ട് രണ്ടുപേർക്കും എന്ന് ഇവിടെ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തി. ഒരുപക്ഷെ മറ്റൊരു ഗവേഷണത്തിൽ രണ്ടുപേർക്കും സമജാത ശിശുക്കൾക്ക് ഐഡന്റിക്കൽ ട്വിൻസിന് ബുദ്ധിശക്തി കുറവായിരിക്കാം. ദാറ്റ് മേ ബി അനദർ സിറ്റുവേഷൻ and we are not going to discuss that situation. What we are doing here is discussing a situation where identical twins have higher intelligence ratio, higher intelligence quotient. അങ്ങനെയാണെങ്കിൽ അത് ഹെറിഡിറ്ററി ആയിട്ട് സംഭവിക്കുന്നതാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ, അതായത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. Now I will put another important question before you. Which of the following statement is true? Okay. P is equal to H plus E, P is equal to H into E, P is equal to H minus E, P is equal to H divided by E. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പി എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി, എച്ച് എന്ന് വെച്ചാൽ ഹെറിഡിറ്റി, ഇ എന്ന് വെച്ചാൽ എൻവയോൺമെന്റ്. അതായത് പേഴ്സണാലിറ്റി ഈസ് ദ സം ടോട്ടൽ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് ആദ്യത്തെ ഇക്വേഷന്റെ അർത്ഥം. പേഴ്സണാലിറ്റി ഈസ് ദി സം ടോട്ടൽ ഓഫ്, പ്ലസ് എന്നല്ലേ പറഞ്ഞത്, അതായത് പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ആകത്തുകയാണ്. രണ്ടാമത്തത് പേഴ്സണാലിറ്റി, അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ഫലമായി ഉണ്ടാവുന്നതാണ്, രണ്ടിന്റെയും ഫലമായി ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യത്തിൽ നിന്നും പാരിസ്ഥിതിക ഘടകങ്ങൾ കുറഞ്ഞാൽ ഉണ്ടാവുന്ന അതാണ് വ്യക്തിത്വം. നാലാമത്തെ പറയുന്നത് വ്യക്തിത്വം എന്നത് പാരമ്പര്യ ഘടകത്തെ പാരിസ്ഥിതിക ഘടകം കൊണ്ട് ഹരിച്ചാൽ ഉണ്ടാവുന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ ഇതൊക്കെ തെറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, there is a formula that വ്യക്തിത്വം ഉണ്ടാവുന്നത്, എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്റെ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ്. ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്റെ ഗർഭസ്ഥ ശൈശവം തൊട്ട് എന്റെ മാതാപിതാക്കളിൽ നിന്നോ, ചിലർ പറയുന്നു മാതാപിതാക്കളുടെയും പൂർവികരിൽ നിന്ന് പോലും നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, അതായത് പാരമ്പര്യമായ സവിശേഷ ഗുണങ്ങൾ കിട്ടുന്നു. അത് തൊട്ട് മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല, അവരുടെ പൂർവികരിൽ നിന്ന് പോലും കിട്ടുന്നുണ്ട്. അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് ഗർഭസ്ഥ ശൈശവത്തിലൂടെ, ജീനുകളിലൂടെ, ക്രോമോസോമുകളിലൂടെ ശിശു ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ്. അപ്പോ രണ്ട് ഇരട്ട കുട്ടികൾക്കും ഒരേ ബുദ്ധിശക്തിയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനർത്ഥം ഗർഭസ്ഥ ശൈശവത്തിൽ കൂടി അവർക്ക് കിട്ടുന്ന ബുദ്ധിശക്തി പാരമ്പര്യമായി കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം പേഴ്സണാലിറ്റി ഈസ് ദ ഫാക്ടർ ഓഫ് heredity into environment. And once he is born into this world with a hereditary traits, ഒരിക്കൽ നമ്മുടെ പാരമ്പര്യ ഘടകത്തോടു കൂടി ഒരാൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ ആ പാരമ്പര്യ ഘടകത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുകയും അങ്ങനെ പാരമ്പര്യത്തിന്റെയും പാരിസ്ഥിതിക ഘടനകളുടെയും ഗുണനഫലമായിട്ടാണ് പിന്നീട് അയാളുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ആൻസർ അഗൈൻ ബി കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. സമീപസ്ഥ വികാസ മണ്ഡലം ZPD എന്ന ആശയം രൂപപ്പെടുത്തിയത്. നമുക്കറിയാം ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യമാണ്, പ്രൈമറി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ZPD എന്ന് വെച്ചാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇത് എല്ലാവർക്കും അറിയാം, ബൈഹാർട്ട് പഠിച്ചിട്ട് എല്ലാ കുട്ടികളും പറയുന്നതാണ്. എൻ്റെ മുന്നിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാം. ഇത് പറഞ്ഞത് ലീവ് വൈഗോട്സ്കി, റഷ്യൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 39ാമത്തെ വയസ്സിൽ അന്തരിച്ച ഒരു റഷ്യൻ മനഃശാസ്ത്രജ്ഞനാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ്, റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ആളാണ്, അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ അറിവ് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അറിവ് സാമൂഹ്യവും സാംസ്കാരികവുമായ ഇടപെടലുകളിൽ കൂടി നിർമ്മിക്കപ്പെടുന്നവയാണ് എന്ന് വിളിച്ച ആളാണ്. അന്ന് റഷ്യയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുമായി വിദ്യാഭ്യാസത്തെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു വളരെ പ്രബലനായ ചിന്തകനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 39 ഐ തിങ്ക്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. പലരും പല പുസ്തകത്തിൽ പ്രോക്സിമം ഡെവലപ്മെന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് ഇത് ഇത്രയും ഇതിന്റെ ആശയം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് ഒരു പഠിതാവ് സ്വന്തം നിലക്ക് ഒരു പഠന പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ, ഇവിടെ പഠിതാവ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അർത്ഥാക്കരുത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാത്രമാണ് എന്ന്. അല്ല, പഠിതാവ് അതായത് ലേണർ എന്ന് വെച്ചാൽ ആരൊക്കെയാവാം? കളിക്കുന്ന കുട്ടിയാവാം, പഠിക്കുന്ന കുട്ടിയാവാം, ഈ ക്ലാസ് എടുക്കുന്ന ഞാനാവാം, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളാവാം. ഓക്കെ, നിങ്ങളുടെ അടുക്കളയിൽ ഇപ്പം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന, സാമ്പാർ ഉണ്ടാക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയുണ്ടെങ്കിൽ ആ അമ്മയാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്ത് കൂടി ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, ആ ഡ്രൈവർ ആവാം. വിമാനം പറത്തുന്ന പൈലറ്റ് ആവാം, വയലിൽ നിലമുഴുതുന്ന കർഷകനാവാം. ഏതൊരാളും ലേണറാണ് എന്ന് സങ്കല്പിക്കുക. ദാറ്റ് മീൻസ് ഒരു വ്യവഹാരത്തിൽ ഇടപെടുന്ന ഏതൊരാളും ഒരു ലേണറാണ്. നെവർ ട്രൈ ടു കൺഫൈൻ ടു സ്റ്റുഡൻസ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പൊ പഠിതാവ് എന്നുള്ളതിന് ഒരു വളരെ വ്യാപകമായ അർത്ഥം ഉണ്ട്. അപ്പൊ ഒരു പഠിതാവ് അവന്റെ സ്വന്തം പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് അവന്റെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ, ഒരു പഠന പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ അവൻ എത്തിച്ചേരാവുന്ന ഒരു നിലവാരമുണ്ട്. ഇതിനെ ഞാൻ കുറച്ച് ലഘൂകരിച്ച് പറയാം. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ ആരുടെയും സഹായം തേടാതെ അവൻ ഒറ്റക്ക് ചെയ്താൽ, ഒറ്റക്ക് പഠിച്ചാൽ അവൻ എത്തിച്ചേരുന്ന ഒരു നിലവാരമുണ്ട്. ഈ നിലവാരത്തെ ഞാൻ പറയുന്നു കറന്റ് എബിലിറ്റി ലെവൽ
CAL. അതായത് വികസനത്തിന്റെ ഇപ്പോഴത്തെ നിലവാരം, കറന്റ് എബിലിറ്റി ലെവൽ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഒരാൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് അടുത്ത ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. കേട്ടറ്റ് പരീക്ഷ. കേട്ടറ്റ് പരീക്ഷ അത് ആരുടെയും സഹായമില്ലാതെ ഒരു പഠിതാവ് സ്വന്തം നിലക്ക് പഠിച്ചാൽ എത്തിച്ചേരുന്ന ഒരു നിലവാരമുണ്ട്. അതിനെ നമ്മൾ പറയുന്നു കറന്റ് എബിലിറ്റി ലെവൽ, പഠിതാവിന്റെ നിലവിലുള്ള അവസ്ഥ. ഇനി ഈ പഠിതാവിന് ഏത് വിഷയത്തിലാണോ ആ പഠിതാവ് പഠിക്കുന്നത് ആ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാളുണ്ടാവും, വേറെ ആരെങ്കിലും ഉണ്ടാവും. അദ്ദേഹത്തെ പറയുന്നത് ദ മോർ നോളജബിൾ അതർ, MKO. ഇതാരുടെ വാക്കാണ്? വൈഗോട്സ്കി മുന്നോട്ട് വെച്ചതാണ്. മോർ നോളജബിൾ അതർ, അതായത് വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. അപ്പോൾ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവൻ പഠിച്ചാൽ അവന് എത്തിച്ചേരാവുന്ന ഏറ്റവും പരമാവധി ആയിട്ടുള്ള ഒരു ലെവലുണ്ട്. ആ ലെവലാണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, വികസനത്തിന്റെ ഏറ്റവും സാധ്യതാ തലം. വൈഗോട്സ്കി പറയുന്നു വികസനത്തിന്റെ ഏറ്റവും സാധ്യതാ തലത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റില്ല. പക്ഷേ വികസനത്തിന്റെ പരമോന്നത തലത്തിന്റെ അടുത്തേക്ക്, അതായത് സമീപസ്ഥത്തിലേക്ക്, അതായത് നിലവിലെ കറന്റ് എബിലിറ്റി ലെവലിൽ നിന്നും വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലത്തിലേക്ക് ആ പഠിതാവിനെ കൈപിടിച്ചുയർത്താൻ ആർക്ക് പറ്റും? ഈ മോർ നോളജബിൾ അതർ, വിഷയത്തിൽ കൂടുതൽ അറിവുള്ള മറ്റൊരാൾക്ക് പറ്റും. അതായത് ഒരു കുട്ടിയാണെങ്കിൽ അത് ട്യൂഷൻ ടീച്ചറാവാം, രക്ഷിതാവാം, സഹപഠിതാവാം, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ള വേറെ ആരെങ്കിലും ആവാം. ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് കാർ പഠിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് കാർ ഓടിക്കുന്നതിന് പകരം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില് ആ കാറിൽ നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആളാണ് ദ മോർ നോളജബിൾ അതർ. ആരും ആവാം. ഒരു വിമാനം ഓടിക്കുകയാണ്, പറത്തുകയാണ്, അവിടെ ഒരു പൈലറ്റ് ഉണ്ട്, ഇപ്പുറം മെയിൻ പൈലറ്റ് ഉണ്ട്. അപ്പോ ഇപ്പുറം സഹ പൈലറ്റ് ആണെങ്കിൽ ആ സഹ പൈലറ്റിന് നിർദ്ദേശം നൽകുന്ന, ഇടക്കിടക്ക് നിർദ്ദേശം നൽകുന്ന ഒരു മെയിൻ പൈലറ്റ് ഉണ്ടെങ്കിൽ ആ മെയിൻ പൈലറ്റാണ് മോർ നോളജബിൾ അതർ. ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നതിന് പകരം നമ്മൾ പറയാം, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ആ ടീച്ചറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വികസനത്തിന്റെ സാധ്യതാ തലത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. So what Vygotsky says that there is much difference between the current ability level and the potential ability level. And what is ZPD? ZPD is the difference or the gap between the current ability level and level of potential development. വികസനത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ നിന്നും വികസനത്തിന്റെ സാധ്യതാ നിലവാരത്തിന്റെ ഇടയിലുള്ള വിടവുണ്ടല്ലോ, ആ വിടവിനെയാണ് വൈഗോട്സ്കി എന്ത് വിളിച്ചത്? ലെവൽ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വിളിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ വിടവ് നിങ്ങൾക്ക് നികത്തണം. ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആരാണ്? കൊണ്ടുവന്നത് വൈഗോട്സ്കിയാണ്. ഇത് ക്ലാസ് റൂം പഠനത്തിൽ മാത്രമല്ല, എല്ലാത്തരം പഠനത്തിലുമാണ് എന്ന് നിങ്ങൾ കരുതുക കേട്ടോ. ഓക്കെ, അതിലാണ് ഞാൻ പൈലറ്റിന്റെ ഉദാഹരണം, വയലിൽ നിലമൊഴുകുന്ന കർഷകന്റെ ഉദാഹരണം, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഉദാഹരണം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അപ്പോ നിങ്ങൾക്ക് ശരിയായി സാരി ഉടുക്കാൻ സാരി ഉടുപ്പിച്ച് പരിചയമുള്ള ദ മോർ നോളജബിൾ അതറിന് പറ്റില്ലേ? പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ നന്നായി സാരി ഉടുക്കാൻ അറിയുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിക്കാം. ദാറ്റ് മീൻസ് എ മോർ നോളജബിൾ അതർ പേഴ്സൺ can be able to fill the gaps
between the current ability level and the potential ability level, and that difference is called ZPD. മലയാളത്തിൽ പറഞ്ഞാൽ വികസനത്തിന്റെ ഇപ്പോഴത്തെ നിലവാരവും വികസനത്തിന്റെ സാധ്യതാ നിലവാരവും തമ്മിലുള്ള വിടവിനെയാണ് എന്ന് വിളിക്കുന്നത് ZPD എന്ന് വിളിക്കുന്നത്. And I will give you another example. നിങ്ങൾക്ക് നീന്താൻ അറിയാം, എന്നാൽ നിങ്ങളുടെ 5 വയസ്സുള്ള കുട്ടിക്ക് നീന്താൻ അറിയില്ല. And there is a pond. ഇവിടെ ഒരു കുളമുണ്ട്. നിങ്ങൾ ഡയറക്റ്റായി കുളത്തിലേക്ക് ഇറങ്ങുന്നു. കുട്ടി കരക്കിരിക്കുന്നു. കുട്ടി എന്തിനാ കരക്കിരിക്കുന്നത്? കുട്ടിക്ക് നീന്താൻ അറിയില്ല. നിങ്ങളോ? നിങ്ങൾക്ക് നീന്താൻ അറിയാം. അപ്പൊ നിങ്ങൾ ആരാണ് ഇവിടെ? നിങ്ങൾ ദ മോർ നോളജബിൾ അതർ ആണ്. ഈ മോർ നോളജബിൾ അതറിന്റെ റോൾ എന്താണ്? ഫങ്ഷൻ എന്താണ്? ഡ്യൂട്ടി എന്താണ്? ലേണറെ, അതായത് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വെള്ളത്തിലേക്ക് കുറച്ച് കടന്നു നിന്നു, എന്നിട്ട് കുട്ടിക്ക് കൈ നീട്ടിയിട്ട് പറഞ്ഞു, മോനെ വാ, അമ്മ എടുക്കാം, അമ്മയുടെ കയ്യിലേക്ക് വാ, അപ്പൊ നീന്താൻ പഠിപ്പിച്ചു തരാം, ഇവിടെ അധികം ആളുമില്ല, കയ്യിലേക്ക് വന്നോളൂ, നീന്തിക്കോളൂ. അപ്പോ നോർമലി ഇവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലേക്ക് വരും, എന്നിട്ട് കൈയുടെ നേരെ കിടക്കും. ഇനി അമ്മ പറയുന്നത് കൈ കാലൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് അടിച്ചോളൂ. അങ്ങനെ അവൻ കുറെ പ്രാവശ്യം കൈയും കാലും വെള്ളത്തിലേക്ക് ഇട്ട് അടിക്കും. ഇനി അമ്മ പറയും അവനോട്, ഇനി അവിടെ നിന്നോളൂ. നിൽക്കാൻ പറയുമ്പോൾ അവന് നിൽക്കാൻ പറ്റുന്ന വെള്ളത്തിലാണ് ഉള്ളത്, കരയിലാണ് ഉള്ളത്. അപ്പൊ അവനെ നിൽക്കും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അമ്മ കുറച്ചും കൂടി മുന്നോട്ട് പോകും. എന്നിട്ട് അവനോട് പറയും, വാ, അമ്മയുടെ അടുത്തേക്ക് വാ. അപ്പൊ അവൻ കുറച്ചുകൂടി അങ്ങോട്ട് പോകും. അങ്ങനെ ഈ കുട്ടിയെ കറന്റ് എബിലിറ്റി ലെവലിൽ നിന്നും ഈ കുട്ടിയെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയല്ലോ, ഇല്ലേ? ഇതാണ് ഒരു ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്, ക്ലാസ് മുറിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിതാക്കളെ നിലവിലെ നിലവാരത്തിൽ നിന്നും പൊട്ടൻഷ്യൽ ലെവലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഇത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം പറയും. ഗൃഹപാഠം ചെയ്യാത്തതിന് ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. ഹോംവർക്ക് ചെയ്യുന്നില്ല, സോ ടീച്ചർ പണിഷസ് എ ചൈൽഡ്. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. വാട്ട് ആർ ദ ടീച്ചർ ഡസ്? പരീക്ഷയിൽ കുറച്ച് മാർക്ക് കിട്ടിയത് കൊണ്ട് ആ കുട്ടിയെ വേറൊരു ടീച്ചർ ശിക്ഷിക്കുന്നു. അല്ല, ഇതേ കുട്ടിയെ തന്നെയാണ്. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. അപ്പോ എന്ത് ചെയ്യുന്നു? ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ എന്ത് ചെയ്യുന്നു? കുട്ടി എ ആണ്, ഗൃഹപാഠം ചെയ്യാത്തതിന് എക്സ് എന്ന ടീച്ചർ എ ശിക്ഷിക്കുന്നു. പിന്നെയോ മാർക്ക് കുറഞ്ഞതുകൊണ്ട് വൈ എന്ന ടീച്ചർ എ ശിക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയനത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. സോ കുട്ടി ഫൈനലി ഡ്രോസ് എ കൺക്ലൂഷൻ ദാറ്റ് എവരി ടീച്ചർ പണിഷസ് ദ ചൈൽഡ് എന്ന് ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ഇൻഫറൻസിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തയെ എന്ത് വിളിക്കുന്നു? വാട്ട് കൈൻഡ് ഓഫ് തോട്ട് ഇറ്റ് ഈസ്? ലോജിക്കലായിട്ടുള്ള തോട്ട് പലതരത്തിലുണ്ട്. ഇൻഡക്റ്റീവ് തിങ്കിങ്, ഡിഡക്റ്റീവ് തിങ്കിങ്, ഓക്കെ, അങ്ങനെ പലതും ഉണ്ട്. നോക്കൂ, യുക്തിചിന്ത, റീസണിങ്, പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം നമുക്കറിയാം. അന്വേഷണം, ഇതുമല്ല എന്നറിയാം. സർഗപരത, ക്രിയേറ്റിവിറ്റി, ഇതും അല്ല എന്നറിയാം. പിന്നെ അത് ഒരുതരം ചിന്തയാണ്. എന്ത് ചിന്ത? ഇറ്റ്സ് കോൾഡ് റീസണിങ്. യുക്തിചിന്ത തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ പ്രശ്നപരിഹാരം എന്ന് വെച്ചാൽ ഒരു പ്രശ്ന സന്ദർഭം മനസ്സിലാക്കുകയും, പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരു പ്രശ്നത്തെ പരിഹരിക്കലാണ് പ്രശ്നപരിഹാരം. അങ്ങനെയല്ല. ഒരു പ്രശ്ന സന്ദർഭത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പ്രവിധികൾ അഥവാ പ്രൊസീജിയറുകൾ അനുസരിച്ച് അതിന് ഒരു പരിഹാരം തേടുകയും
ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്രശ്നപരിഹാരം എന്ന് പറയുന്ന പ്രോബ്ലം സോൾവിങ്. അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള അന്വേഷണം തന്നെ. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന് ചെരിവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ഇത്തരം കാലാവസ്ഥ ഉണ്ടാകുന്നത്. ഇനി അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിന് ചെരിവില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ എന്തൊക്കെ മാറ്റം വരുമായിരുന്നു എന്നുള്ളത് ഒരു തരം അന്വേഷണമാണ്. അതായത് ഉയർന്ന തരം ഗവേഷണമാണ്. പിന്നെ സർഗപരത എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും കഥയോ കവിതയോ എഴുതൽ മാത്രമല്ല ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ അർത്ഥം ഒരു പ്രശ്നത്തെ യാതൊരു പ്രോബ്ലവും ഇല്ല, തട്ടുമുട്ടും ഒന്നുമില്ലാതെ തന്നെ ഉയർന്ന സർഗാത്മക ബോധത്തോടെ ഉയർന്ന ക്ലാരിറ്റിയോടുകൂടി ഒരു പ്രശ്നത്തിന് പരിഹാരം തേടുക എന്നുള്ളതാണ്. പക്ഷെ ക്രിയേറ്റീവ് തിങ്കർ എന്ന് പറയുന്നില്ലേ? ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്. സോ യു ആർ നോട്ട് ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലം and you are discussing this problem with someone else, and that someone else gives you a creative way to think and solve the problem. അതിനെയാണ് സർഗപരത എന്ന് വിളിക്കുന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് തോട്ട് ഈസ് കോൾഡ് യുക്തി ചിന്ത. നെക്സ്റ്റ്, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. ഈസ് ഓൺലി അറ്റ് ദ ഏജ് ഓഫ് 3. അപ്പൊ പെൻസിൽ ശരിയായി പിടിച്ച് എഴുതാൻ പറ്റുന്നില്ല. 5 വിരലും കൂട്ടിയിട്ടാണ് കുട്ടി പെൻസിൽ ഉപയോഗിക്കുന്നത്. അതും നേരാവണ്ണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നു. അപ്പൊ ഇവിടെ 2 വർഷം കൂടുമ്പോൾ, 2 വർഷം കൂടി കഴിയുമ്പോൾ കുട്ടി വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ബെറ്റർ ദ പെൻസിൽസ് ഇൻ എ കറക്റ്റ് വേ. പക്ഷെ 3 വർഷമാകുമ്പോഴേക്ക് കുട്ടി ചിലപ്പോൾ മുഴുവൻ വിരലുകളും ഉപയോഗിച്ച് തെറ്റായ രീതിയിലൊക്കെ ആയിരിക്കും എഴുതുന്നത്. 5 വർഷമാകുമ്പോൾ ശരിയായി എഴുതാൻ പറ്റി. ഇത് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഇതിന് കാരണം ഏതായിരിക്കാം? അവന്റെ പഠനാന്തരീക്ഷം, അവന്റെ പഠന വേഗം, അവന്റെ പഠന ശൈലി, പഠനത്തിലുള്ള അവന്റെ പരിപക്വത. അവന്റെ പഠനാന്തരീക്ഷം കൊണ്ടല്ല അവൻ പിന്നീട് പെൻസിൽ ശരിയായി ഉപയോഗിക്കുന്നത്. പഠനാന്തരീക്ഷം എന്ന് വെച്ചാൽ ലേണിംഗ് സിറ്റുവേഷൻ ഇൻ ദ ക്ലാസ് റൂമാണ്. ഇവിടെ പെൻസിൽ ശരിയാവണ്ണം ഉപയോഗിക്കാൻ ഒരു പർട്ടിക്കുലർ ഏജിൽ പറ്റുന്നില്ല, പക്ഷേ ലേറ്റർ സ്റ്റേജിൽ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ലേറ്റർ സ്റ്റേജിലേക്ക് പോകുന്തോറും അവിടെ സംഭവിക്കുന്നത് മാച്ചുറേഷൻ എന്നാണ്. അതായത് പരിപക്വനം സംഭവിക്കുന്നു. പരിപക്വനം നമ്മൾ ഇതുവരെ കരുതിയത് സാധാരണ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 30-ാം വയസ്സിൽ 28-ാം വയസ്സിൽ അപ്പോഴുണ്ടാവുന്ന സാധനത്തെയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയല്ല. സൈക്കോളജിയിൽ 3 വയസ്സുള്ള കുട്ടിക്ക് there is a maturity, biological maturity, but 4-ാം വയസ്സാവുമ്പോഴേക്കും that biological maturity will increase, but still there is maturity. When he becomes 5-ാം വയസ്സാവുമ്പോഴേക്കും that biological maturity will again mature. So the tendency to mature is always there. അല്ലാതെ സാധാരണ ഭാഷയിൽ ഇപ്പൊ തീരെ മെച്യൂരിറ്റി ഇല്ല എന്ന് പറയാറില്ല, ആ അർത്ഥത്തിലല്ല ഇതിൽ പറയുന്നത്. ഓക്കെ, പിയാഷെ തന്നെ പറയുന്നുണ്ട് ബയോളജിക്കൽ മെച്യൂരിറ്റിയെ കുറിച്ച്. അതായത് പഠനത്തിൽ പരിപക്വത സംഭവിക്കുന്നതിനനുസരിച്ച് പഠനം നന്നായി നടക്കുന്നു. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ക്ലിയർ, ക്വൈറ്റ് എവിഡന്റ് ദാറ്റ് പഠനത്തിലുള്ള അവന്റെ പരിപക്വതം
ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതിനാണിത് സഹായമാകുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിന് സഹായമാകുന്നത്? അതായത് ഒരു ടീച്ചർ വാണ്ട്സ് ടു ക്രിയേറ്റ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഇപ്പോ TTC B.Ed ഒക്കെ പഠിക്കുന്ന ആള്, അടുത്ത് വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആള്, അങ്ങനെയുള്ളവരൊക്കെ ഇത് കേൾക്കണം കേട്ടോ. ഓക്കെ, തേടി പിടിച്ച് കേൾക്കണം. ആരും ഒന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടു തരില്ല. യു വിൽ ഗോ ആഫ്റ്റർ ഇറ്റ്. ഓക്കെ, ഒരു ടീച്ചർ കുട്ടിയിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിന് സഹായമാവുന്നത്? കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുക, കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായ നോളജും ഒരു കേവലമായ മനഃശാസ്ത്ര വായന ഉണ്ടായാൽ, പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു കേവല സങ്കല്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വേഗം ഉത്തരം എഴുതാം. ഇനി അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് തെറ്റിപ്പോകും. ഓക്കെ, അതായത് കുട്ടികളിൽ പ്രശ്നപരിഹരണ ശേഷി ഉണ്ടാക്കണമെങ്കിൽ അവന് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? അതാണ്. അപ്പോ യശ്പാൽ കമ്മിറ്റിയുടെ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ്. 2005 നിങ്ങൾക്കറിയാം, 2005 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പ്രൊഫസർ യശ്പാൽ പറയുന്നുണ്ട്, ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം എന്തിനാണ് കുട്ടികളോട് നാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. പകരം ഉത്തരങ്ങൾ നൽകി അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നതല്ലേ നല്ലത്. ഇത് ആര് പറഞ്ഞതാണ്? പ്രൊഫസർ യശ്പാൽ. ഏതില്? 2005 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഇത് കേട്ട എത്ര പേരുണ്ട്? കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ പറഞ്ഞിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക, മറ്റൊരു സോഴ്സ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ എനിക്കറിയണം നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടുന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയണം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതായത് തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തൽ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ രീതി. സോ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തൽ. അതായത് വിലയിരുത്തൽ എന്ന് വെച്ചാൽ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ നമ്മളുടെ രീതി എന്താന്ന് വെച്ചാൽ, നിലവിൽ കേരളത്തിലെ ബോധ രീതി 5 ദിവസം ക്ലാസ് അല്ലെ, തിങ്കൾ ടു വെള്ളി വരെ ക്ലാസ്, ദിവസേന 5 മണിക്കൂർ ക്ലാസ്, 1000 പ്രവൃത്തി ദിവസം, ഇങ്ങനെയാണ്. 1000 പ്രവൃത്തി ദിവസമല്ല, 1000 മണിക്കൂർ പ്രവൃത്തി സമയം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതി. ഈ നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ പല മാറ്റങ്ങളും വരുത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കണം, പിന്നെ അധ്യയനം 8 മണി മുതൽ ആരംഭിക്കണം, മറ്റ് CBSE സ്കൂളുകളിലൊക്കെ ആരംഭിക്കുന്നത് പോലെ നേരത്തെ അവസാനിക്കുക, 8 മണി മുതൽ 1 മണി വരെ ആക്കുക. അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ നിയമനം PSCക്ക് വിടുക, പിന്നെ ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കുക, ഇങ്ങനെയുള്ള പലതും. അതായത് സർക്കാർ സർവീസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മക്കൾ ആരെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വേതനം വെട്ടിക്കുറച്ചുകൊണ്ട് അത് സ്റ്റേറ്റിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ചെലവിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ കാതലായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവായ വിലയിരുത്തൽ,
അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. കണ്ടിന്യൂസ് വിലയിരുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷാന്ത്യം നടത്തുന്ന ഒരു പരീക്ഷയല്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ യൂണിറ്റ് കഴിയുന്തോറും നമ്മൾ പരീക്ഷ നടത്തുന്നു. അപ്പൊ യൂണിറ്റ് തല വിലയിരുത്തൽ ഉണ്ട്. ഒന്നാം യൂണിറ്റിന്റെ ബോധനം കഴിഞ്ഞ് ഒന്നാം യൂണിറ്റിന്റെ പരീക്ഷ കഴിഞ്ഞ് ഒന്നാം യൂണിറ്റിന്റെ വിലയിരുത്തൽ കഴിഞ്ഞു. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാം യൂണിറ്റിന്റെ ബോധനം നടക്കുന്നു, രണ്ടാം യൂണിറ്റിന്റെ പരീക്ഷ നടക്കുന്നു, രണ്ടാം യൂണിറ്റിന്റെ വിലയിരുത്തൽ നടക്കുന്നു. അത് വിലയിരുത്തിക്കൊണ്ട് അതിൽ വേറെ എന്തെങ്കിലും പോരായ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ നികത്തിക്കൊണ്ട് മൂന്നാം യൂണിറ്റിന്റെ ബോധനം നടക്കുന്നു, പരീക്ഷ നടക്കുന്നു, വിലയിരുത്തൽ നടക്കുന്നു. അങ്ങനെ ബോധനവും വിലയിരുത്തലും പിന്നെ പരിഹരിക്കലും, പോരായ്മകളുടെ പരിഹരിക്കലും കൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് CCE എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഗ്രമായ വിലയിരുത്തൽ. പണ്ട് എന്താണ്, പണ്ട് നിങ്ങൾ വർഷാന്ത പരീക്ഷയിൽ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വർഷാന്ത പരീക്ഷയിൽ നിങ്ങൾ അവസാനം പോയിട്ട് കൊല്ലപരീക്ഷയിൽ എന്ത് എഴുതുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയവും പരാജയവും. അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇവിടെ പറയുന്നു സമഗ്രമായ വിലയിരുത്തൽ. എങ്ങനെയാണ് സമഗ്രമായ വിലയിരുത്തൽ ആവുക? അതായത് യൂണിറ്റ് തല പരീക്ഷകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിജയം, പിന്നെ ക്ലാസ് അസൈൻമെന്റിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം, മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ രീതി, ഓക്കെ, അധ്യാപകൻ ക്ലാസ്സിൽ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയുമ്പോൾ ഉള്ള ക്ലാസ് റൂം ക്വസ്റ്റ്യൻസിൽ പങ്കെടുക്കുന്നത്, പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുന്നത്, സഹപഠിതാക്കളുടെ വിലയിരുത്തൽ, പിന്നെ പഠനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് പോർട്ട്ഫോളിയോയുടെ വിലയിരുത്തൽ. ഇങ്ങനെ പല രീതിയിലാണ് കോംപ്രിഹെൻസീവ് ആയിട്ടാണ് വിലയിരുത്തുന്നത് ഒരു കുട്ടിയെ, അല്ലാതെ വർഷാന്ത്യം നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല. സോ ഇതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാലുവേഷൻ എന്നുള്ളതിന്റെ അർത്ഥം. സോ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പഠിക്കുക, വെറുതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ലക്ഷ്യം? അതിനെ സ്വാധൂകരിക്കുന്നത് കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുക. ശരിയാണ്, ഒരു വർഷം 10 മാസം മുഴുവനും പഠിപ്പിച്ചിട്ട് വർഷാന്ത്യം നമ്മൾ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ 10 വർഷവും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ 3 മണിക്കൂർ സമയത്തെ പരീക്ഷ കൊണ്ട് എഴുതി തീർക്കണം. സോ there will be a lot of pressure on the students. But instead, ഓരോ യൂണിറ്റും കഴിയുന്തോറും നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആ യൂണിറ്റ് കഴിഞ്ഞു, ആ സമ്മർദ്ദം ലഘൂകരിക്കപ്പെട്ടു. പിന്നെ അടുത്ത യൂണിറ്റ് കഴിയുമ്പോൾ വീണ്ടും പരീക്ഷ, അതോടുകൂടി ആ യൂണിറ്റിന്റെയും സമ്മർദ്ദം ലഘൂകരിക്കപ്പെട്ടു. അപ്പൊ ഓരോ ഘട്ടത്തിലും സമ്മർദ്ദ ലഘൂകരണം ഉള്ളത് കൊണ്ട് അവസാന ഘട്ട പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് നിർഭയം അല്ലെങ്കിൽ സമ്മർദ്ദമില്ലാതെ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് CCയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. സോ എ ശരിയാണ്. 2, മാർഗദർശനവും ഉപബോധനവും നൽകുക, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഓരോ യൂണിറ്റിന്റെയും വിലയിരുത്തലിന് ശേഷം കുട്ടികളെ ഗൈഡ് ചെയ്യാനും, അതായത് ഗൈഡൻസ് നടത്താനും കൗൺസിലിംഗ് നടത്താനും അധ്യാപകന് അവസരം കിട്ടുന്നു. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. അതായത് എനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എന്നെക്കാൾ മെച്ചപ്പെട്ട ഒരാള് പുറമേ നിന്ന് എനിക്ക് നൽകുന്ന ഒരു ഉപദേശവും മാർഗദർശനവും ഒക്കെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുവഴി സമ്മർദ്ദ ലഘൂകരണം ഇല്ലാതാവുന്നു. സോ രണ്ടാമത്തതും ശരിയാണ്. കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക, അതും ശരിയാണ്. എന്നാലും വ്യത്യസ്തരായ ഒരു കുട്ടിയെ കണ്ടെത്തുക, അതല്ല.
വ്യത്യസ്തനായ കുട്ടിയെ കണ്ടെത്തുക. 4 വരുന്നതൊക്കെ തെറ്റാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തലാണ്. സോ ശരിയായ പ്രസ്താവന കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക. കുട്ടികളെ 1ഉം 3ഉം ആണ് വേണ്ടത് ഇവിടെ. ഓക്കെ, ഈ 2 തെറ്റാണ്. മാർഗദർശനവും ഉപബോധനവും എന്നുള്ള തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഓരോ യൂണിറ്റ് തല വിലയിരുത്തലിന് ശേഷവും കുട്ടികൾക്ക് ശരി ഏത് തെറ്റേത് എന്ന് ബാഹ്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് മാർഗദർശനമായി കണക്കുകൂട്ടാവുന്നതാണ്. പക്ഷെ ഇത് വേറൊരു അർത്ഥത്തില് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കാൾ റോജേഴ്സ് മുന്നോട്ട് വെച്ച ഒരു രീതിയാണ്. ഓക്കെ, കാൾ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് കൗൺസിലിങ്ങിന്റെ വക്താവ്. പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ CCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുക, അതുപോലെ കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക. സോ 1ഉം 3ഉം ആണ് ശരിയായ ഉത്തരം. ദാറ്റ് മീൻസ് B is the correct answer. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? താഴെ പറയുന്നവയിൽ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടാൻ പ്രേരിപ്പിക്കുക, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. ടീച്ചർ കുട്ടികളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കണം. ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കണം. കണ്ടിന്യൂസ് മോട്ടിവേഷൻ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് വേണം. പക്ഷേ ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരുന്നാൽ then കുട്ടികളുടെ വിജയത്തെ അത് ബാധിക്കും. ഇഫ് ദ ടീച്ചർ ഫെയിൽസ് in proper communication with the students, then it would definitely affect the learning outcome. അപ്പോൾ താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏതാണ്? ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക. ഒരു അധ്യാപകന്റെ ടീച്ചർ ക്വാളിറ്റീസിൽ ഏറ്റവും പറയുന്നത് ഒന്ന് കണ്ടന്റ് നോളജ്, അധ്യാപകന് വിഷയത്തിലുള്ള ഗ്രാഹ്യം. 2, ആ ഗ്രാഹ്യം ശരിയായ രീതിയിൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി. സോ ഇഫ് ദ ടീച്ചർ ഡസൻറ്റ് ഹാവ് ദാറ്റ് എബിലിറ്റി, then however knowledge he may be having, then it's not in use at all. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എനിക്ക് ഒരുപാട് അറിവുണ്ട്, but I am not able to communicate with you. Then what is the use of it? There is no use of it. So the answer is B. അടുത്തത്, IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത്. ഓക്കെ, നോക്കുക. മാസ്ലോ എന്ന് പറയുന്ന എബ്രഹാം മാസ്ലോയുടെ ഒരു തിയറിയാണ് ലെവൽ ഓഫ് ആസ്പിരേഷൻ തിയറി. അതെങ്കിൽ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം എന്നും അതിനെ വിളിക്കും. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നും പറയും, ലെവൽ ഓഫ് ആസ്പിരേഷൻ തിയറി എന്നും പറയും. സോ എബ്രഹാം മാസ്ലോ ഒരു ഹ്യൂമനിസ്റ്റായ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ അദ്ദേഹം പറയുന്നത് മനുഷ്യന് പ്രധാനമായും 5 ആവശ്യങ്ങളാണ് ഉള്ളത്. അതിന്റെ ഏറ്റവും താഴെയുള്ളതാണ് ഫിസിക്കൽ നീഡ്സ് അഥവാ ശാരീരിക ആവശ്യങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും താഴെയുള്ളതിനെയാണ്
ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത്. അതിന്റെ തൊട്ട് മേലെ ശാരീരിക ആവശ്യങ്ങൾ, ഇപ്പൊ ഭക്ഷണം അല്ലേ, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണ്ടേ, അതല്ലേ പ്രധാനം. അല്ലാണ്ട് വിശക്കുമ്പോൾ സിനിമക്ക് പോകലാണോ പ്രധാനം? അല്ല. അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഒരു സ്വർണ്ണമാലയിട്ട് കഴുത്തിലിടുന്നതാണോ പ്രധാനം? ഒന്നല്ല. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണം. സോ ഫിസിക്കൽ നീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ പ്രൈമറി നീഡ്. അടുത്തത് ശാരീരിക ആവശ്യങ്ങൾ കഴിഞ്ഞാൽ സുരക്ഷാ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ സേഫ്റ്റി നീഡ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിംഹം നന്നായി ഭക്ഷണം കഴിച്ചു, പിന്നെ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ മേലെ പോയിട്ട് സിംഹം ആരും എന്നെ ആക്രമിക്കില്ല എന്നുള്ള തോന്നലോടുകൂടി അതിന്റെ മേലെ പോയി കിടന്നുറങ്ങുകയാണ്. ഒരു പാമ്പ് നന്നായി ഇരവിഴുങ്ങി പിന്നെന്താ ചെയ്യുന്നത്? മാളത്തിൽ പോയി ഒളിക്കുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. സോ ദ സെക്കൻഡ് നീഡ് ഈസ് സുരക്ഷാ ആവശ്യങ്ങൾ. പിന്നെ മൂന്നാമത്തെ ആവശ്യം, മാസ്ലോയുടെ അഭിപ്രായത്തിൽ പറയുന്നത് മൂന്നാമത്തെ ആവശ്യം എന്താണ്? ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹാവശ്യങ്ങൾ. ആരെങ്കിലും സ്നേഹിക്കുക, അല്ലെങ്കിൽ ആരാലെങ്കിലും സ്നേഹിക്കപ്പെടുക. ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്നില്ല, ആരെങ്കിലും സ്നേഹിക്കുക. നമ്മുടെ സമൂഹത്തില് കുടുംബം എന്ന ആശയങ്ങളൊക്കെ വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മാസ്ലോയുടെ തേർഡ് നീഡ് എന്ന് പറയുന്നത് സ്നേഹാവശ്യമാണ്. ഫോർത്ത് നീഡ് എന്ന് പറയുന്നത് അഭിമാനം അല്ലെങ്കിൽ അന്തസ്, അതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ഫിഫ്ത്ത് നീഡാണ് അവസാനത്തെ നീഡ്, ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം മനസ്സിലായില്ലേ? ഇനി മാസ്ലോ പറയുന്നു, ഭൂരിഭാഗം പേരും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നില്ല. ഞാനോ നിങ്ങളോ ഹിമാലയത്തിൽ പോയി തപസ്സിരുന്ന് ആത്മസാക്ഷാത്കാരം നേടുന്നില്ല. നമ്മളെ പോലെ പലരും നേടുന്നില്ല. എന്നാൽ നമുക്കൊക്കെ ഈ ആവശ്യങ്ങൾ അത്യാവശ്യമാണ്. ഉണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, എവിടെയും ഒന്ന് തലചായ്ച്ചുറങ്ങണം, ആരും ഉപദ്രവിക്കാതെ, അല്ലെ? ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ വേണം, മോനെ മോളെ എന്ന് വിളിക്കാൻ ഒരാള് നമ്മുടെ കൂടെ വേണം. അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണം നമ്മുടെ സമൂഹത്തിൽ. ഇതൊക്കെ നമുക്കൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോ IAS പരീക്ഷ പാസ്സായ ഒരാളെ, പൂർവ്വ വിദ്യാർത്ഥിയെ ഒരു ക്ലാസ്സിൽ അഭിനന്ദിക്കുന്നുവെങ്കിൽ മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം അത് ശാരീരിക ആവശ്യമല്ല, സുരക്ഷിതത്വ ആവശ്യമല്ല, ആത്മസാക്ഷാത്കാരമല്ല, ആത്മാഭിമാന ആവശ്യമാണ്. അടുത്തത് എക്സെപ്ഷണൽ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. അതായത് അസാധാരണ കുട്ടി, എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് വെച്ചാൽ പ്രതിഭാധനരായ കുട്ടികൾ, മന്ദപഠിതാക്കൾ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ. അതായത് പൊണ്ണത്തടിയുള്ള കുട്ടികളെ നമ്മൾ എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയില്ല. അതായത് ബൗദ്ധിക മാന്ദ്യം കുറഞ്ഞ കുട്ടികളെ നമ്മൾ എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയും. പ്രതിഭാധനരായ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ നമ്മൾ എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയും. അതുപോലെ മാനസിക വൈകല്യമുള്ള കുട്ടികളെ എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയും. പക്ഷെ പൊണ്ണത്തടിയുള്ള കുട്ടികളെ അങ്ങനെ പറയില്ല. അപ്പൊ പെടാത്തതാരാണ്? പൊണ്ണത്തടിയുള്ള കുട്ടികൾ. ഇനി ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പിലാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. ദാറ്റ് ഈസ് PWD ആക്ട് 1990. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 പാസാക്കിയതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. PWD ആക്ട് എന്ന് വെച്ചാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അത് 1995 കേട്ടോ. ഞാൻ ഇതാണ് ഇതിൽ പെട്ടെന്ന് എഴുതി പോയതാണ്. ഇനി RCI ആക്ട് 1995. പിന്നെ റിവൈസ്ഡ് പബ്ലിക് PWD ആക്ട്, PWD ആണ്. PWD ആക്ട്
അത് 2016 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അപ്പോ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നാം പാസാക്കിയ ആക്ടാണ് RCI ആക്ട് അഥവാ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. ഇനി ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഊന്നൽ അനുഭവാധിഷ്ഠിത പഠനം. ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഓർക്കുന്നത് എന്ന് വെച്ചാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുറെ കൂടെ മെച്ചപ്പെട്ട ലേണിംഗ് ആണ്. ഓഡിയോ ലേണിംഗ് ആണിത്. ഞാൻ കേൾക്കുന്നവ, നിങ്ങൾ എന്നെ കേൾക്കുകയാണ്. സോ യു ആർ ഡൂയിങ് നൗ ഓഡിയോ ലേണിംഗ്. അതിന് വലിയ, അത് വളരെ കുറഞ്ഞ അളവിലുള്ള പഠനം മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ കാണുന്നവ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിലൊരു ഒരു ഒരു വിഷ്വൽ ഇമേജ് ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പഠനത്തിലേക്ക് പോകും. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ദെൻ അത് അനുഭവാധിഷ്ഠിത പഠനത്തിലേക്ക്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലേക്ക് നയിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിലൂന്നിൽ നൽകുന്നത്? അനുഭവാധിഷ്ഠിത പഠനം. ഇനി താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിന്റെ ലക്ഷണമല്ലാത്തതേത്? പഠന വൈകല്യം എന്ന് വെച്ചാൽ ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റിയുടെ ലക്ഷണം, അതായത് വായനാ വൈകല്യം, ഡിസ്ലെക്സിയ. ഓക്കെ, ഡിസ്ലെക്സിയ ഇതൊരു പഠന വൈകല്യമാണ്. ഗണിത വൈകല്യം, അതായത് ഡിസ്കാൽക്കുലിയ, ഇത് ഒരു പഠന വൈകല്യമാണ്. സംസാര ഭാഷ അപഗ്രഥന വൈകല്യം, ഇതും ഒരു തരത്തിലുള്ള വൈകല്യം തന്നെയാണ്. പിന്നെ ബുദ്ധിപരമായ വൈകല്യം, ഈ ബുദ്ധിപരമായ വൈകല്യം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല കേട്ടോ, ശ്രദ്ധിക്കുക. പിന്നെ താഴെ പറയുന്നവയിൽ പുരോഗമനോന്മുഖമായ പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിന്റെ മാർഗമായി കണക്കാക്കാത്തതേത് വിച്ച് cannot be taken as a reckoning factor for progressive education? പ്രശ്നപരിഹാരം, നിരൂപണപരമായ ചിന്ത, സംഘപ്രയത്നം, ഉരുവിട്ടുള്ള പഠനം. ഉരുവിട്ടുള്ള പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് ലേണിംഗ്. ഉരുവിട്ടുള്ള പഠനം റോട്ട് ലേണിംഗ്. പശുപാൽ തരുന്നു, പശുപാൽ തരുന്നു, പശുപാൽ തരുന്നു, പശുപാൽ തരുന്നു, കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരം, കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരം. ഇങ്ങനെ പഠിക്കുന്നത് പുരോഗമനാത്മകമായ ഒരു പ്രോഗ്രസീവ് ലേണിംഗ് അല്ല. സോ പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ് തരത്തിലുള്ള ചിന്ത, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ ഗ്രൂപ്പ് ലേണിംഗ്, ഇതൊക്കെ പ്രോഗ്രസീവ് ലേണിംഗ് ആണ്. എന്നാൽ റോട്ട് ലേണിംഗ്, ഉരുവിട്ടുള്ള പഠനം അങ്ങനെയല്ല. താഴെ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ, അതായത് ദുർബലരായ പഠിതാക്കൾ, ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണറായി കണക്കാക്കുന്നത്? വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലുള്ളവർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ അല്ല. പഠനത്തെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ, അവിടെ കേട്ടെ. വൈവിധ്യമാർന്ന ഉള്ള പഠന ശൈലിയുള്ളവർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് അല്ല. ഉന്നത കുടുംബത്തിലുള്ളവർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് അല്ല. അപ്പൊ ആരാണ് ദുർബലരായ പഠിതാക്കൾ? ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ, പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ. The learner who faces economic and social conditions for that is hitting learning objectives. ഓക്കെ, അപ്പോ ബി ആണ് ശരിയായ ഉത്തരം. ഇനി ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു.
ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ ഏത് ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ഗാർഡ്നർ എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡ്നർ ആണ്. അതായത് അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറാണ് ഹൊവാർഡ് ഗാർഡ്നർ. ഊഹിക്കാൻ വളരെ എളുപ്പമാണ്. അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലെ സൈക്കോളജി അധ്യാപകനാണ് ഹൊവാർഡ് ഗാർഡ്നർ. ഇദ്ദേഹമാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതായത് ബഹുതര ബുദ്ധി എന്ന ബുദ്ധിസങ്കല്പം മുന്നോട്ട് വെച്ചത്. 1983 ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം 7 വിവിധ തരം ബുദ്ധികളും പിന്നീട് 1999 ഇദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ഇന്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ച്വറി എന്നാണ്. ഓക്കെ, അങ്ങനെ അതിൽ 2 ബുദ്ധികളും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ 9 തരം ബുദ്ധികളുണ്ട്. പക്ഷെ അതിൽ ഒരു ബുദ്ധി, ദാറ്റ് ഈസ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, അതായത് അസ്തിത്വപരമായ ബുദ്ധി, അത് ബുദ്ധിയായി കണക്കാക്കാൻ കുറച്ചുകൂടി ഗവേഷണം ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ അതിന് ഒഴിവാക്കി. അങ്ങനെ 7 2 9 ഒന്ന് കുറച്ചപ്പോ 8 വിവിധ തരം ബുദ്ധികളുണ്ട് ഒരാൾക്ക് എന്നാണ് ഹൊവാർഡ് ഗാർഡ്നർ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുറിയിൽ കേരളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗാർഡ്നർ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തമാണ്. ഒരുപാട് ബുദ്ധി സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും ഗാർഡ്നർ മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഒരു കുട്ടി ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ലോണം ഇതാക്കിയെങ്കിൽ, അത് ദൃശ്യ സ്ഥലപര ബുദ്ധിയല്ല, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് അല്ല, കൈനസ്തെറ്റിക് ഇന്റലിജൻസ് അല്ല, മ്യൂസിക്കൽ ആൻഡ് റിതമിക്കൽ ഇന്റലിജൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഭാഷാപരമായ അല്ലെങ്കിൽ വാചിക ഭാഷാപര ബുദ്ധി. പ്രാസംഗികർക്ക്, രാഷ്ട്രീയക്കാർക്ക്, വക്കീലന്മാർക്ക്, പൊതുപ്രവർത്തകർക്ക്, ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ കണ്ടുവരുന്ന ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി. ഓക്കെ, പിന്നെ ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകരമാവുന്നത്? ഒരു കുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കേസ് സ്റ്റഡി ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ വേണ്ടി പറ്റൂ. സോ കേസ് സ്റ്റഡി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഗ്രേഡിംഗ് മാർഗത്തിന്റെ ധർമ്മമല്ലാത്തത്. പണ്ട് നമ്മൾ മാർക്കിംഗ് സിസ്റ്റം ആണ്, ഇപ്പൊ ഗ്രേഡിംഗ് എന്ന്. ഗ്രേഡിംഗ് ആണ് അല്ലെ, A+, A, B+, B, ഇങ്ങനെ 9 പോയിന്റ് 11 പോയിന്റ് ഗ്രേഡിംഗ് അങ്ങനെയൊക്കെയാണ്. അപ്പോ ഗ്രേഡിങ്ങിന്റെ ധർമ്മമല്ലാത്തത് മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കുക അല്ല, 2 പഠനത്തിന്റെ കുട്ടികൾക്കിടയിലുള്ള നിലവാരത്തെ താരതമ്യപ്പെടുത്തുക. ധർമ്മമല്ലാത്തത് കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക, ശരിയാണ്. കുട്ടികളെ പരീക്ഷയിലെ ജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക, ഇതാണ് ഗ്രേഡിങ്ങിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഗ്രേഡിംഗ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കാത്ത ഒന്നാണ് കുട്ടികളെ പരീക്ഷയിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാതിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഗ്രേഡിങ്ങിന്റെ ഒരു ലക്ഷ്യമില്ലാത്തത്. പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയാം. വിദ്യാലയമല്ല, മാധ്യമങ്ങളല്ല, അധ്യാപകരല്ല, ബുദ്ധിശക്തി. വ്യക്തിപരമായ ഘടകം ഇതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണൽ ലേണർ വേരിയബിൾ. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലേണർ വേരിയബിൾ
ടാസ്ക് വേരിയബിൾ ഉണ്ട്, കണ്ടന്റ് വേരിയബിൾ ഉണ്ട്. പഠനത്തെ സ്വാധീനിക്കുന്ന ലേണറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ ലേണർ വേരിയബിൾ എന്ന് പറയുന്നു. സോ ഹൈ IQ ഉള്ള കുട്ടികൾക്ക് പഠനം ലേണിംഗ് ഔട്ട്കം കൂടുന്നു, ലോ IQ ഉള്ള കുട്ടികൾക്ക് ലേണിംഗ് ഔട്ട്കം കുറയുന്നു. ഇനി ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഏത് സമായോജന തന്ത്രമാണിത്? ഉദാത്തീകരണമല്ല, ദമനമല്ല, നിഷേധമല്ല. ഇതൊരു തരം പിന്നോട്ട് പോക്കാണ്. തന്റെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന് ഒരു റിഗ്രഷൻ, പിറകോട്ട് പോക്ക് ആണിത്. ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ലിംഗനിഷ്പക്ഷതയല്ല, ലിംഗസമത്വമല്ല, ലിംഗവ്യക്തിത്വമല്ല, ലിംഗപക്ഷപാതമാണ്. ലിംഗനിഷ്പക്ഷതയല്ല. ഓക്കെ, അടുത്തത് ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്? വികാസം പ്രവചനീയമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം ഗതി നിയമം പാലിക്കുന്നു, വികാസം അനുസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മീൻസ് മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിനെയും സ്വാധീനിക്കുന്നു. എന്ന് വെച്ചാൽ വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയേത്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്. നിർബന്ധം പിടിക്കാൻ പറ്റില്ല, തെറ്റുകൾ വരുത്തണം, എങ്കിൽ മാത്രമേ ശരിയാക്കാൻ പറ്റൂ. കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം. ശരിയേത്? ശിക്ഷിക്കണം, ഇതും തെറ്റാണ്. തെറ്റുകൾ വരുത്തുക എന്ന് പഠന പ്രക്രിയയുടെ ഭാഗമാണ്, ശരിയാണ്. തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ്, ഇത് തെറ്റാണ്. താഴെ പറയുന്നതിൽ ശരിയേത്? കുട്ടികൾക്ക് പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്, ഇത് തെറ്റാണ്. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഇതുവരെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. So I am Dr. V. Balakrishnan signing you this session. Meet you again. Until then, goodbye.